എല്ലാവർക്കും നമസ്കാരം. ആകാശഗംഗ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 വിശാഖം നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഗുണദോഷ ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്നതിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. വിശാഖം നക്ഷത്രക്കാർക്ക് 2025 വർഷം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ തന്നെയായിരിക്കും. ജനുവരി മാസം പൊതുവെ അല്പം ക്ലേശം ജനുവരിയുടെ ആദ്യ ഘട്ടത്തിലൊക്കെ ഉണ്ടായേക്കാം എങ്കിലും ജനുവരിയുടെ മധ്യഭാഗം കഴിയുമ്പോഴേക്കും കൂടുതൽ ഗുണകരമായ കാലം തന്നെയായിരിക്കും. പ്രതീക്ഷകൾക്ക് ഒത്ത വളർച്ചയൊക്കെ കൈവരിക്കാനും പ്രയത്നിച്ച് നേട്ടങ്ങളൊക്കെ സ്വന്തമാക്കാനും സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്തൊക്കെ വളരെ അഭിവൃദ്ധി ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് ജനുവരിയുടെ പകുതിക്ക് ശേഷം. അതുപോലെ ജനുവരിയുടെ പകുതിക്ക് ശേഷം സാമ്പത്തിക വളർച്ചയും കാണുന്നുണ്ട്. ജോലി സ്ഥലത്ത് ഗുണപ്രദമായ സമയം തന്നെയാണ്. അതുപോലെ പുതിയ ജോലിയൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്ക് താൽക്കാലികമായോ അല്ലെങ്കിൽ സ്ഥിരമായോ ഒക്കെ ജോലി ലഭിക്കാനും സാധ്യത ജനുവരി മാസം കാണുന്നുണ്ട്. ഫെബ്രുവരി മാസം കുടുംബാവസ്ഥകളിലൊക്കെ അല്പം ക്ലേശങ്ങൾ ഉണ്ടായേക്കാം. പല കാര്യങ്ങളും മാറ്റിവെക്കാനോ അല്ലെങ്കിൽ കാലതാമസമൊക്കെ നേരിടാനോ ഉള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് ഈ സമയത്ത്. അതുപോലെ വാഹനം കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ ഈ ഫെബ്രുവരി മാസം അല്പം ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായി എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ അതുപോലെ വാഹനത്തിന് ചെറിയ ചെറിയ എന്തെങ്കിലും അപകടങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം. അതുപോലെ കേസുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയം കേസുകളൊക്കെ മാറ്റി വെക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അതുപോലെ ബന്ധുജനങ്ങളുമായിട്ടൊക്കെയുള്ള ഇടപെടലുകളൊക്കെ അല്പം ശ്രദ്ധിക്കണം. സംസാരം ശ്രദ്ധിക്കണം, ദേഷ്യം ഒഴിവാക്കണം ഈ ഫെബ്രുവരി മാസത്തിൽ. മാർച്ച് മാസം ഈ ഫെബ്രുവരി മാസത്തിലുണ്ടാകുന്ന ദുരവസ്ഥകൾക്കൊക്കെ ശമനം ഉണ്ടാകുന്നതാണ്. അതുപോലെ കഠിന പ്രയത്നങ്ങളാൽ പല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ സ്വന്തം സന്താനങ്ങളുമായി അല്പം എന്തെങ്കിലും രമ്യതക്കുറവോ അല്ലെങ്കിൽ അവരാൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ക്ലേശങ്ങൾക്കോ ഒക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ കാര്യങ്ങൾക്കൊക്കെ മന്ദത, അതുപോലെ സാമ്പത്തികമായ ഞെരുക്കം ഒക്കെ ഈ സമയത്ത് അനുഭവപ്പെടാം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ചിലവുകളൊക്കെ വളരെ കുറച്ച് കൊണ്ടുപോകാൻ മാർച്ച് മാസം ശ്രദ്ധിക്കേണ്ടതാണ്. ഏപ്രിൽ മാസം ദോഷഫലങ്ങൾ വീണ്ടും അല്പം കുറയുന്നതാണ്. എല്ലാ രംഗത്തും അല്പം ഉണർവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നതാണ്. സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകുന്നതാണ്. അതുപോലെ എന്തെങ്കിലും കടങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ സമയത്തെ കടം വീടുന്നതിനുള്ള എന്തെങ്കിലുമൊക്കെ മാർഗം തെളിഞ്ഞു വരുന്നതാണ്. സാമ്പത്തികപരമായ പലവിധ സഹായങ്ങളും പലരിൽ നിന്നും ഈ സമയത്ത് ഉണ്ടായേക്കാം. കുടുംബത്തും സുഖപ്രദമായ അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് അവരിഷ്ടപ്പെടുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിനുള്ള സാധ്യതകളൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. അതുപോലെ വിദേശത്ത് ഒക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഈ ഏപ്രിൽ മാസം ഉണ്ടാകുന്നതാണ്. മെയ് മാസത്തിൽ സർക്കാർ സംബന്ധമായ എന്തെങ്കിലും PSC നിയമനങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അതൊക്കെ സാധിച്ചു കിട്ടുന്നതാണ്. പുതിയ വിവാഹ ആലോചനകളൊക്കെ നടത്തുന്നവരാണെങ്കിൽ ഈ മെയ് മാസത്തിൽ അത് നടന്നു കിട്ടാൻ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ് മെയ് മാസം. അതുപോലെ പുതിയ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവരാണെങ്കിൽ അവർക്കും പുതിയ തൊഴിലൊക്കെ ലഭിക്കുന്നതാണ്. സ്ഥിരമായ ജോലി, താൽക്കാലികമായ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. പുതിയ വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള അവസരങ്ങളും ഈ മെയ് മാസത്തിൽ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നതാണ്. പലവിധ വിധത്തിലുള്ള സഹായഹസ്തങ്ങളും നിങ്ങൾക്ക് ഈ മെയ് മാസത്തിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. ജൂൺ മാസത്തിൽ എന്തെങ്കിലും ആകസ്മികമായ അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ കടം വീട്ടുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങളൊക്കെ സ്വരൂപിച്ച് വെച്ചാൽ അത് വേറെ പല മാർഗങ്ങളിലേക്കും ചിലവായി ഒക്കെ പോകുന്നതാണ്. ആരോഗ്യപരമായും അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്നതാണ്. അതുപോലെ ജോലി സംബന്ധമായി ധാരാളം അലച്ചിലുകൾ, ധാരാളം യാത്രകളൊക്കെ ഈ സമയത്തുണ്ടാകും. ചിലവുകളൊക്കെ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ ഈ ജൂൺ മാസത്തിൽ ഉണ്ടായേക്കാം. അതുപോലെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്തെ കൂടെ ജോലി ചെയ്യുന്നവരിൽ നിന്നോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥരിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ ദുരനുഭവങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. അതുകൊണ്ട് ഈ ജൂൺ മാസം ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിക്കണം. ദേഷ്യമൊക്കെ അല്പം കുറയ്ക്കേണ്ടതാണ്. ജൂലൈ മാസം വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവേ ഒരു ബുദ്ധിമുട്ട് നിറഞ്ഞ മാസമാണ്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. അതുപോലെ എന്തെങ്കിലും ലോണൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ലോണിൻ്റെ അടവുകളൊക്കെ മുടങ്ങാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ ജൂലൈ മാസം അത്ര ഒരു ഗുണപ്രദമായിരിക്കില്ല. അതുപോലെ തൊഴിൽ രംഗത്ത്
എന്തെങ്കിലും അസ്വസ്ഥതകളെ, തൊഴിൽ കിട്ടാൻ ബുദ്ധിമുട്ടുകളെ ഒക്കെ ഈ സമയത്ത് ഉണ്ടായേക്കാം. ആഗസ്റ്റ് മാസം ഗുണപ്രദമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ 2 മാസമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആഗസ്റ്റ് മാസം പരിഹാരമായി വളരെയധികം ഗുണപ്രദമായ സമയമാണ്. തൊഴിൽ രംഗമൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്. തൊഴിൽ രംഗത്തെ അനുകൂലമായ അവസരങ്ങളൊക്കെ ധാരാളം ഉണ്ടാകുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്കും അവരുദ്ദേശിക്കുന്ന രീതിയിൽ പഠിക്കാനും അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഉപരിപഠന കോഴ്സിനൊക്കെ ചേരാനും ഒക്കെ സാധിക്കുന്നതാണ്. അതുപോലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കും വളരെയധികം ഗുണപ്രദമായ സമയം തന്നെയാണ്. അതുപോലെ പുതിയ എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ സമയം വളരെയധികം ഗുണപ്രദമായ സമയമാണ് ആഗസ്റ്റ് മാസം. സെപ്റ്റംബർ മാസം എന്തെങ്കിലും കടമൊക്കെ ഉള്ളവരാണെങ്കിൽ ആ കടമൊക്കെ വീട്ടുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. അതുപോലെ ചിട്ടിയൊക്കെ എന്തെങ്കിലും കിട്ടാനുള്ളവരാണെങ്കിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ചിട്ടിയൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തൻ്റെ നേരെ വരുന്ന എന്തെങ്കിലും ആപത്തൊക്കെ തൻ്റെ നേരെ വന്നാൽ ആ ആപത്തുകളിൽ നിന്നൊക്കെ തലനാരിഴയ്ക്കൊക്കെ രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. ശത്രുക്കൾ തന്നെ നമുക്ക് മിത്രങ്ങളായി വരുന്ന ഒരു സമയമാണ് സെപ്റ്റംബർ മാസം. സെപ്റ്റംബർ മാസം ഗുണപ്രദമായ സമയമാണ്. അതുപോലെ ആരെങ്കിലും കടമായിട്ട് മേടിച്ച പൈസ പിന്നെ തരാം നാളെ തരാം എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ സെപ്റ്റംബർ മാസത്തിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ കൃഷി, ഈ കർഷകരെ സംബന്ധിച്ചിടത്തോളം കൃഷിയൊക്കെ വളരെയധികം ഗുണപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. വാഹനങ്ങളൊക്കെ മാറ്റി, പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനമൊക്കെ ഈ സമയത്ത് വാങ്ങാൻ കഴിയുന്നതാണ്. അതുപോലെ വീടിന് എന്തെങ്കിലും അറ്റകുറ്റപ്പണികളോ അല്ലെങ്കിൽ പുതിയ വീടോ ഒക്കെ പണിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ സമയം വളരെയധികം നല്ല സമയമാണ്. സെപ്റ്റംബർ മാസം പൊതുവെ ഗുണപ്രദമായ സമയമാണ്. ഒക്ടോബർ മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് അവരുദ്ദേശിക്കുന്ന കോഴ്സിലോട്ടൊക്കെ പ്രവേശനമൊക്കെ ലഭിക്കുന്നതാണ്. അതുപോലെ വിദേശത്തൊക്കെ പോയി ഉപരിപഠനമൊക്കെ നടത്താൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി വരുന്നതാണ്. എങ്കിലും അതിൻ്റെ പേപ്പർ ഭാഗത്തൊക്കെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. അതുപോലെ തൊഴിൽ രംഗത്ത് ചെറിയ ചെറിയ മാന്ദ്യങ്ങളും ഒക്കെ ചെറിയ ചെറിയ അനാരോഗ്യങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ കൃത്യനിഷ്ഠയ്ക്ക് എന്തെങ്കിലും ചെറിയ ഭംഗങ്ങളൊക്കെ വരാം. ദൈവവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ എല്ലാം മാറി വരുന്നതാണ്. അതുപോലെ ഏറ്റെടുക്കുന്ന ജോലികളൊക്കെ പൂർത്തീകരിക്കാൻ അല്പം കാലതാമസമൊക്കെ ഉണ്ടായേക്കാം. കാലതാമസം ഉണ്ടായാലും ഏറ്റെടുക്കുന്ന ജോലികൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ജോലി സംബന്ധമായിട്ട് കൂടുതൽ യാത്രകളൊക്കെ ഈ ഒക്ടോബർ മാസത്തിൽ ഉണ്ടായേക്കാം. നവംബർ മാസം ചിലവുകളൊക്കെ അല്പം വർദ്ധിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ചിലവുകളൊക്കെ അല്പം നിയന്ത്രിക്കണം. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള പകർച്ചവ്യാധികൾ, പനി പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടായേക്കാം. അതുപോലെ ശ്വാസം മുട്ടൽ, അലർജിയൊക്കെ ഉള്ളവരൊക്കെ അല്പം ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ മാസത്തിൻ്റെ പകുതി ഭാഗം കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറി ഗുണപ്രദം ആയിരിക്കുന്ന സമയമായിരിക്കും നവംബർ മാസം. ഡിസംബർ മാസം വളരെയധികം ഗുണപ്രദമായ സമയമാണ്. അഭിമുഖീകരിക്കുന്ന ടെസ്റ്റിലോ ഇൻ്റർവ്യൂകളിലോ പരീക്ഷകളിലോ ഒക്കെ വിജയം ഉണ്ടാകുന്നതാണ്. അതുപോലെ സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സ്കോളർഷിപ്പൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. പുതിയ വസ്തു വാങ്ങി വീടൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നടക്കുന്നതാണ്. അതുപോലെ പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഡിസംബർ മാസത്തിൽ ആ ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ്. തൊഴിൽ രംഗത്തും ഗുണകരമായ മുന്നേറ്റം തന്നെ ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ മാസമൊക്കെ ഉണ്ടായിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഈ മാസം മാറി വരുന്നതാണ്. അതുപോലെ സർക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും ധനസഹായമൊക്കെ ലഭിക്കാനുള്ളവരാണെങ്കിൽ ഈ സമയത്തെ ഡിസംബർ മാസത്തിൽ അതൊക്കെ ലഭിക്കുന്നതാണ്. ഇതാണ് വിശാഖ നക്ഷത്രക്കാരുടെ 2025 ഗുണദോഷ ഫലങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.